ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി അറേബ്യ സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ലഹരിക്ക് അടിമകളായി ഗുരുതര മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നവരെ ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോന്നി ആനക്കൊട്ടിലിൽ കോൺക്രീറ്റ് തൂണുവീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഗവർണറും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 204 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി അറേബ്യ സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. സൌദി അറേബ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ശ്രീ മോദിയുടെ സന്ദർശനം അടിവരയിടുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് ഗുരുതര മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നവരെ ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് അടിമപ്പെടുന്നവരെ തിരുത്തി സമൂഹത്തോടൊപ്പം ചേർത്ത് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പുതിയ അധ്യയന വർഷത്തിൽ ലഹരി വിപത്തിനെതിരെ പാഠ്യപദ്ധതി പരിഷ്കരണവും അധ്യാപക പരിശീലനവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന യുവനടിയുടെ നിലപാട് ആർജവമുള്ളതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വന്നാൽ നടിക്കൊപ്പം സർക്കാർ സംവിധാനമുണ്ടാകുമെന്നും മന്ത്രി ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് കൊച്ചി സിറ്റി പോലീസ് രേഖപ്പെടുത്തി. രാവിലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത ഇയാൾക്ക് ലഹരി ഇടപാടുകാരെ അറിയാമെന്ന് സമ്മതിച്ചതായും അവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും മറ്റ് തെളിവുകളും കൂടി മുൻനിർത്തിയാണ് അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ദിവസം ഷൈനിനോടൊപ്പം ഉണ്ടായിരുന്ന അഹമ്മദ് മുർഷാദ് എന്നയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അറസ്റ്റിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു. കോന്നി ആനക്കൊട്ടിലിൽ കോൺക്രീറ്റ് തൂണുവീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. തുടർന്ന് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. 4 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി. വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതേസമയം മരിച്ച കുട്ടിയുടെ മൃതദേഹം നാളെ കടമ്പനാട്ടെ വീട്ടിൽ സംസ്കരിക്കും. പത്തനംതിട്ട ജില്ലയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ആകെ പൂർത്തീകരിച്ചത് 13,443 വീടുകൾ. 3ാം ഘട്ടത്തിൽ ഭൂരഹിതരുടെ പുനരധിവാസമാണ് നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ആദ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ച 1194 വീടുകളിൽ 1176 എണ്ണം പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ 2056 ഭവനങ്ങളാണ് നിർമ്മിച്ചത്. 2ാം ഘട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടാത്ത ചില വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളിൽ 1372 പേർക്ക് ഭവന നിർമ്മാണം പൂർത്തിയായി. 3ാം ഘട്ടത്തിൽ ഭൂരഹിതരുടെ പുനരധിവാസമാണ് നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ 1149 ഗുണഭോക്താക്കളിൽ 974 പേരുടെ ഭവന നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സജ്ജമായി വരുന്നതായി മന്ത്രി വീണ ജോർജ്. ഫാറ്റി ലിവർ പോലുള്ള കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടമായി മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക്ക് സജ്ജമായി. തിരുവനന്തപുരം എറണാകുളം ജനറൽ ആശുപത്രികളിൽ ഇത്തരം ക്ലിനിക്കുകൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത
എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈസ്റ്റർ ദിനത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ. ഒരാഴ്ചയായി നടന്നുവരുന്ന പ്രാർത്ഥനാകാലത്തിന് നാളെ സമാപനമാകും. ഓശാന ഞായറിൽ സന്ധ്യാ പ്രാർത്ഥനകളോടെ ആരംഭിച്ച പ്രത്യേക ശുശ്രൂഷകൾ ദേവാലയങ്ങളിൽ ഇന്നും തുടരുന്നു. ഈസ്റ്റർ ദിന തലേന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലും വിദേശത്തും താമസിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിക്കുന്ന ഈസ്റ്റർ നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശം നൽകുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഈസ്റ്ററോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരായ മലയാളികൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ക്രിസ്തുദേവന്റെ ഉയിർപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈസ്റ്റർ ഏവരുടെയും മനസ്സുകളിൽ അനുകമ്പയും വിട്ടുവീഴ്ചാ മനോഭാവവും നിറയ്ക്കട്ടെയെന്നും ഗവർണർ ആശംസിച്ചു. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാസർഗോഡ് ബേക്കൽ പാലക്കുന്ന് ഗ്രീൻ വുഡ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ 6ാം സെമസ്റ്റർ BCA പരീക്ഷയുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടങ്ങിയ അന്വേഷണ സമിതിയെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തി. ഇത് സംബന്ധിച്ച പരാതി കേരള പോലീസിനും കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സമിതിയിൽ നിന്നും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. KSU, MSF സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത്. സർവകലാശാല ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ആലപ്പുഴയിൽ വേമ്പനാട്ട് കായലിന്റെ പുനരുജ്ജീവനത്തിനായി ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രവികുമാർ. 3 ഘട്ടമായി ജില്ലയിൽ നടത്തിയ പ്ലാസ്റ്റിക് ശുചീകരണ യജ്ഞത്തിലൂടെ 30,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് വേമ്പനാട്ട് കായലിൽ നിന്നും ശേഖരിച്ച് നീക്കിയത്. വേമ്പനാട്ട് കായൽ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞർ, കർഷകർ, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിച്ച് ഉപസമിതികൾ രൂപീകരിച്ചിരുന്നു. കാർഷികം, ജൈവവൈവിധ്യം, പരിസ്ഥിതി, ശുചിത്വം, ജലവിഭവം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം, ദുരന്ത നിവാരണം, റവന്യൂ എന്നിങ്ങനെ ഉപസമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 204 റൺസ് വിജയലക്ഷ്യം. ഡൽഹി നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 85 റൺ നേടി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിലും പുതിയ നേതൃനിരയെ പ്രഖ്യാപിച്ച് BJP. 600-ലേറെ ഭാരവാഹികളെയാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ അനുമതിയോടെ പ്രഖ്യാപിച്ചത്. ജില്ലാ പ്രസിഡന്റുമാർ ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതോടെ ബൂത്ത് തലം മുതൽ ജില്ലാതലം വരെയുള്ള പാർട്ടി ഭാരവാഹി പട്ടിക പൂർത്തിയായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങളും നാളെ മുതൽ ആരംഭിക്കും. മെയ് 10 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സഹകരണ എക്സ്പോ 3ാം പതിപ്പ് തിങ്കളാഴ്ച മുതൽ ഈ മാസം 30 വരെ തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസ് ഗ്രൌണ്ടിൽ നടക്കും. ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 260 സ്റ്റാളുകളിലായി 400-ൽ പരം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. സെമിനാറും കലാസന്ധ്യയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ കാസർഗോഡ് അവസാന ഘട്ടത്തിൽ. തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടി പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആലുവയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി അറേബ്യ സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ലഹരിക്ക് അടിമകളായി ഗുരുതര മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നവരെ ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോന്നി ആനക്കൊട്ടിലിൽ കോൺക്രീറ്റ് തൂണുവീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഗവർണറും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 204 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.